എന്തെങ്കിലും ഒരു ആംബിയൻസ് അവിടെ ഉണ്ടോ? ഇല്ലല്ലേ? തികച്ചും കാട് പിടിച്ചു കിടക്കുന്ന ഒരു സംഭവം. പക്ഷെ വലതുവശം നോക്കിക്കേ, നെല്ല് കൃഷി ആരംഭിക്കാൻ പോകുന്ന ആ നെൽപ്പാടം ഒരുങ്ങി നിൽക്കുന്ന കാര്യം. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഒരു മലയോര കാർഷിക മേഖലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു കാർഷിക മേഖല വയനാട് പോലെയൊക്കെ എവിടെ ഉണ്ടായിരുന്നു? കുട്ടനാട്ടില് ജലാശയത്തിന് താഴെ ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ആർബ്ലോക്ക്. ഏകദേശം 1500 ഏക്കറോളം വിസ്തൃതി വരുന്ന നമ്മുടെ ഇടതുവശം കാണുന്ന ഈ കാർഷിക മേഖല ഏകദേശം 1926 കാലഘട്ടങ്ങളിൽ നമ്മൾ നേരത്തെ കായലിനെ പരിചയപ്പെട്ട പോലെ തന്നെ എങ്ങനെയാണോ കാർഷിക മേഖല കുട്ടനാട്ടിൽ നിർമ്മിച്ച് ആ രീതിയിൽ തന്നെ ഈ വേമ്പനാട്ട് കായലിൽ നിന്നും ചുറ്റോട് ചുറ്റും ബണ്ടുകൾ തീർത്ത് നിർമ്മിച്ചെടുത്ത ഒരു കാർഷിക ഭൂമി. പക്ഷേ ഇവിടെ തുടക്കത്തിൽ ഇവിടെയും നെല്ലായിരുന്നെങ്കിൽ ആ നെല്ല് കൃഷി പരാജയപ്പെട്ടതിനെ തുടർന്ന് പിന്നെ എന്ത് ചെയ്തു കർഷകർ? ഇവിടം വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുത്തു. എന്ന് വെച്ചാൽ പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ള് ചെത്ത് വ്യവസായമുള്ള ഒരു പ്രദേശമാക്കി ആർ ബ്ലോക്കിനെ അവർ മാറ്റി. എങ്ങനെയാന്ന് വെച്ചാൽ ഈ 1500 ഏക്കറോളം അവര് തെങ്ങും തൈ നട്ടു. പിന്നെന്ത് ചെയ്തു? തെങ്ങ് മെല്ലെ വളർന്നപ്പോ ഇടവിളകളായിട്ട് കൊക്കോയും കാപ്പിയും കുരുമുളകും വരെ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പൊ നോക്കിക്കേ, അത് വളർന്നു വരുമ്പോ ഇതിന്റെ ഇടയ്ക്കോട്ടിറങ്ങിയാൽ നമ്മൾ മുത്തങ്ങയിലൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് വെള്ളത്തിന് നടക്കും. അതായിരുന്നു ആർ ബ്ലോക്ക്. എന്ന് വെച്ചാൽ കുട്ടനാട്ടിലെ ആദ്യത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം. ഈ നമ്മുടെ ഹൗസ് ബോട്ടുകളും സ്പീഡ് ലോഞ്ചുകളും വേഗയൊക്കെ വരുന്നതിന് മുമ്പ് കോട്ടയത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും ഒട്ടേറെ സഞ്ചാരികളെ ആകർഷിച്ചിരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. എന്ന് വെച്ചാൽ ഒരു 60-70 പരം ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു. കുടുംബങ്ങളുണ്ടായിരുന്നു. ചെത്തു തൊഴിലാളികളായിരുന്നു കൂടുതലും. പിന്നെയോ മത്സ്യത്തൊഴിലാളികളും കർഷകരും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോ ഈ കാലത്ത് ഇവിടെ വരുന്നവർക്ക് ഒരു ദിവസത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ എന്താണ്? നല്ല കരിമീനും രണ്ടും കക്കാർച്ചിയും താറാവും കപ്പയൊക്കെ കിട്ടുന്ന നല്ല നല്ല കള്ള് ഷാപ്പുകൾ കൊണ്ട് സമൃദ്ധമായിരുന്നു ഇവിടെ. അതാണ് പാലക്കാട് കഴിഞ്ഞ ഏറ്റവും കള്ളുചെത്ത് വ്യവസായം ഉണ്ടായിരുന്ന കുട്ടനാട്ടിലെ ഒരു പ്രദേശം കൂടിയായിരുന്നു നമ്മുടെ ഈ ആർ ബ്ലോക്ക്. പക്ഷേ ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജനമാണ് അല്ലെ? കാര്യം എന്താണ്? അതിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ തേടി പോകുമ്പോഴാണ് നിങ്ങൾ ഒരുപക്ഷെ ടി വി ചാനലിലും പത്രമാധ്യമങ്ങളിലും കേട്ടിട്ടുള്ള കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ചും മടവീഴ്ചയെക്കുറിച്ചും അറിയേണ്ടത്. എന്താണ് സംഭവം? നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ജലാശയം നമ്മൾ പറഞ്ഞ പോലെ മേളിൽ നിൽക്കും അല്ലെ? മീറ്ററുകൾക്ക് താഴെയാണ് കാർഷിക ഭൂമി അഥവാ കരപ്രദേശം. ഇതിനെ സംരക്ഷിക്കുന്നത് എന്താണ്? കരിങ്കൽ ഭിത്തികൾ കൊണ്ട് സംരക്ഷണം തീർത്ത ഉയർന്ന കരപ്രദേശം അഥവാ ബണ്ടുകൾ. ഈ വെള്ളത്തിന് ഹൈ പ്രഷർ വരുമ്പോ എന്ത് ചെയ്യും? വെള്ളം കൂടുതൽ വരുമ്പോ ഈ ബണ്ടുകൾക്ക് ഒരുപക്ഷെ ഇതിന് താങ്ങാൻ പറ്റൂല. എവിടെയെങ്കിലും ഒരു ബലക്ഷയം ഉണ്ടെങ്കിൽ എവിടെ പൊട്ടിപ്പോകും. നമ്മൾ ഈ കാണുന്ന 1500 ഏക്കർ 24 hours നമ്മൾ സഞ്ചരിക്കുന്ന ജലാശയത്തിന് പിന്നെ ആ സമയത്ത് എത്രയാണോ ജലനിരപ്പുള്ളത് അതേപോലെ അങ്ങേ ആയിട്ട് വരും. ഇപ്പൊ എന്ത് സംഭവിക്കും? അതിനെയാണ് മടവീഴ്ച എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ പ്രതിഭാസം. അങ്ങനെ 1500 ഏക്കറും വെള്ളക്കെട്ടായി ഒരു 6-7 മാസം എടുത്തു അതിന് വെള്ളം പറ്റിച്ചെടുക്കാൻ. ആ സമയം കൊണ്ട് ഇടവിളകളെല്ലാം പെട്ടെന്ന് നശിച്ചുപോയി. തെങ്ങിന്റെ ചുവട്ടിൽ ഒരു മാസം കൂടി വെള്ളം കിടന്നാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം? മണ്ട ചീഞ്ഞു പോകും അല്ലെ? ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെ മണ്ട പോയി നിൽക്കുന്ന തെങ്ങുകൾ കാണാൻ കുറെ ആരെയൊക്കെ വെട്ടിക്കൊണ്ട് പോയതാണ് ഇപ്പൊ ഇല്ലാത്ത. അല്ലാതെ ഇങ്ങനെ മണ്ട പോയി നിൽക്കുന്ന തെങ്ങുകളൊക്കെ ഇവിടെ നമുക്ക് സുലഭമായിട്ട് കാണാമായിരുന്നു. അങ്ങനെ ഈ മടവീഴ്ചയും വെള്ളപ്പൊക്കവും പിന്നെ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നേരിട്ട് ഏറ്റവും വലിയൊരു തെങ്ങിനെ ബാധിച്ച രോഗമായിരുന്നു മന്ദരി പോലുള്ള രോഗം. നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ ബാധിച്ച് തെങ്ങുകൾ മൊത്തം പോയി ബാക്കിയുള്ളതെല്ലാം വെള്ളത്തിൽ ചീഞ്ഞു പോയി. അങ്ങനെ ഒരു കാലത്ത് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്ന കുട്ടനാട്ടിലെ ആദ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രം. എന്ന് വെച്ചാൽ ഒരു സഞ്ചാരി കുട്ടനാടൻ കാഴ്ചകൾ കാണാനിറങ്ങി ആലപ്പുഴ കുമരകത്തൂടെ യാത്ര ചെയ്താൽ നമ്മൾ കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു ഭൂപ്രദേശം. നമ്മുടെ യാത്രയിൽ നമ്മൾ കടന്നു പോകുന്നു ആർ ബ്ലോക്കിന്റെ തീരത്തോടെ. മുന്നോട്ട് പോട്ടെ. ഇനിയുണ്ട് കുട്ടനാടിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജോസഫ് മുരിക്കനെ പോലുള്ള ഇല്ലേ ആളുകളൊക്കെ അല്ലെ? അത് കുട്ടനാട്ടിന്റെ അവസാന കാലഘട്ടങ്ങളിൽ വേമ്പനാട്ട് കായലിൽ നിന്നും ഈ കായൽ നിലങ്ങൾ നിർമ്മിച്ചെടുത്ത ആളുകളാണ് മുരിക്കനെ പോലുള്ളവര്. കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം തീർത്ത പള്ളിയും പിന്നെ അതിനോടനുബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട്. കേട്ടിട്ടുണ്ടായിരിക്കും. ചിത്തിര റാണി മാർത്താണ്ഡ് എന്നാണ് തിരുവിതാംകൂർ ആ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണല്ലേ? നമുക്ക് സംശയമുണ്ടാവും ഈ കുട്ടനാട്ടിലെ ഈ ഓളപ്പറമ്പിൽ എന്തിനാണ് ശ്രീ തിരുവിതാംകൂർ മഹാരാജാവിന്റെ അമ്മ മഹാറാണിയുടെ മാർത്താണ്ഡയുടെ പേരൊക്കെ വന്നത്? കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. ഈ ജോസഫ് മുരിക്കൻ പടുന്ന 3 പാഠങ്ങളും കൂടി കോയിൻസൈഡ് ചെയ്യുന്നൊരു പോയിന്റ് വരും. അവിടെ ചിത്രപ്പള്ളിയിൽ കൊണ്ട് അവിടെ എത്തട്ടെ. അതിന്റെ കൂടുതൽ ആനുകാലിക ചരിത്ര സംഭവങ്ങളുമായി നിങ്ങളിലേക്ക് തിരികെ. താങ്ക് യു.